ഇന്ന് നമ്മൾ പറയുന്നത് ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉള്ള വാതരോഗികൾ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലത്തെക്കുറിച്ചാണ്. രക്തക്കുറവ് അഥവാ അനീമിയ അഥവാ വിളർച്ച എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു. സ്റ്റാൻഡേർഡ് ഡെഫിഷ്യൻ എന്നത് HB മെയിൽസിൽ 12 താഴെ വന്നാലും ഫീമെയിൽസിൽ 11 താഴെ വന്നാലാണ് നമ്മൾ അനീമിയ എന്ന് വിളിക്കുന്നത്, അതായത് രക്തക്കുറവെന്ന് വിളിക്കുന്നത്. അപ്പോൾ പഠനങ്ങളിലൊക്കെ നോക്കുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു 40-50% ആളുകളിൽ അനീമിയ ഉണ്ട് വാതരോഗികളിൽ. ഈ അനീമിയയുടെ പ്രശ്നം എന്താ? ഈ രക്തം ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറൻറ്റ് ഭാഗങ്ങളിൽ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓക്സിജൻ ഇല്ലെങ്കിൽ എന്തുവരും? നമുക്ക് ക്ഷീണം വരും. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട്, ജീവിത നിലവാരം ഭയങ്കരമായിട്ട് കുറയും. ഭയങ്കരമായ ക്ഷീണം, ഉറക്കം വരുന്നു, ഊർജ്ജസ്വലത നഷ്ടപ്പെടുന്നു. അതെല്ലാം ഹീമോഗ്ലോബിൻ കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് HB കുറയുന്നത്? എന്താണ് നമുക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് നോക്കാം. ഇത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇവരിൽ കുറയുന്നത്. ആദ്യത്തെ കാര്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ അസുഖം കൺട്രോൾ ആകാത്തതാണ്. അതായത് ഈ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയും. അതായത് കുറേ നാളത്തേക്ക് നീർക്കെട്ട് ശരീരത്തിൽ നിന്ന് കഴിയുമ്പോൾ ESR ഒരു 60-70 റേഞ്ചിലൊക്കെ നിന്ന് കഴിയുമ്പോൾ ESR നീർക്കെട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ സൈറ്റോകൈൻസ് എന്ന സാധനങ്ങളാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് IL-6 പോലെയുള്ള തന്മാത്രകളാണ് ഈ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്നത്. ഈ തന്മാത്രകൾ കുറേ നാളത്തേക്ക് നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുമ്പോൾ ഇവരുടെ ബോൺ മാരോയിൽ നിന്ന്, മജ്ജയിൽ നിന്ന് ഹീമോഗ്ലോബിൻ എല്ലാം പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ടാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ അനീമിയ കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കും. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? അസുഖം കൺട്രോൾ ചെയ്യുക. ESR കുറഞ്ഞ് CRP കുറഞ്ഞ് വന്ന് സന്ധികളിൽ നീർക്കെട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? ഹീമോഗ്ലോബിൻ മുകളിലേക്ക് കയറി വരും. ചില ആളുകളുണ്ട് അവർക്ക് അസുഖമൊക്കെ കൺട്രോളാണ്, പക്ഷേ ഹീമോഗ്ലോബിൻ ഇപ്പോഴും കുറവ് തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അവർക്ക് അയൺ ഡെഫിഷ്യൻസി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയും. ന്യൂട്രീഷനിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിലെ കണ്ടുവരുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്. എസ്പെഷ്യലി ഫീമെയിൽസിൽ, മെൻസ്ട്രേറ്റിംഗ് ഫീമെയിൽസിൽ നമുക്ക് അയൺ ഇൻടേക്ക് കുറവായിരിക്കും. ആഹാരത്തിൽ അയണിൻ്റെ ഇൻടേക്ക് കുറഞ്ഞത് കൊണ്ട് എന്ത് പറ്റും? അവർക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരും. അപ്പോൾ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? വളരെ സിമ്പിളാണ്. അയണിൻ്റെ ടാബ്ലറ്റ് കൊടുക്കുക. അയണിൻ്റെ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ പ്രശ്നം എന്താണ്? അവർക്ക് പല ആളുകൾക്കും അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വയറിന് വേദന വരും. അപ്പോൾ ആഹാര സാധനങ്ങളിലൂടെ നമുക്ക് ഇലക്കറികൾ, അതുപോലെ പല നോൺ വെജ് ഫുഡുകൾ, അതെല്ലാം തന്നെ അയൺ ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാലും ഹീമോഗ്ലോബിൻ നമുക്ക് കൂടും. പക്ഷേ സാധാരണ ആളുകൾക്ക് ഹീമോഗ്ലോബിൻ 10 താഴെയല്ലേ 8-9 ഉള്ളൂ. ഫെറിറ്റിൻ നോക്കുമ്പോൾ 2-3 ഉള്ളൂവെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചാലുള്ള പ്രശ്നം, അവർക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ഇത് വരുന്നത്, അയണിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത് ആർക്കാണ്? ഫീമെയിൽസിനാണ്. എന്തുകൊണ്ട്? അവർക്ക് ഓരോ മാസം വരുമ്പോൾ ബ്ലഡ് പോകും, അല്ലെങ്കിൽ ചിലർക്ക് ഫൈബ്രോയിഡ് കാണും, അല്ലെങ്കിൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഒരു സർജറിയോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടംപോലെ ബ്ലഡ് പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ അയൺ ഡെഫിഷ്യൻസി. പിന്നെ നമ്മൾ കഴിക്കുന്നത് കുറവാണെങ്കിലും അയൺ ഡെഫിഷ്യൻസി വരാം. അപ്പോൾ അയണിൻ്റെ ബ്ലഡിൽ കുറഞ്ഞിരിക്കുന്നതിന് ഒന്ന് ഫുഡ് വഴി കൂട്ടാം, 2 നമുക്ക് അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കാം. പക്ഷേ അയണിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ ഒരു 20-30% ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷനോ വയറിന് അത് പിടിക്കാതെ വരും. അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ടുള്ളത് ഇപ്പോൾ അയണിൻ്റെ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. പാരൻറ്റൽ ഇഞ്ചക്ഷൻ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു 500 മില്ലിഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് പിന്നെ നമ്മൾ ഫുഡിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാകും. ഹീമോഗ്ലോബിൻ കൂടിയുള്ള ഗുണം എന്താ? ഒന്ന്, ക്ഷീണം ഭയങ്കരമായിട്ട് മാറും. 2, അസുഖത്തിൻ്റെ കൺട്രോൾ വരെ ബെറ്റർ ആവുന്ന പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. മൂന്നാമത്തത് B12 ഡെഫിഷ്യൻസി എന്ന് പറയും. സാധാരണ വെജിറ്റേറിയൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പ്യൂർ വെജിറ്റേറിയൻസ് ഉള്ളവർക്ക് B12ൻ്റെ ഒരു ഡെഫിഷ്യൻസി, നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൽ 1-2 പേര് അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഈ B12 ഡെഫിഷ്യൻസി ഉള്ളവർക്കും വരാം. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. അവർക്ക് B12 നമുക്ക് ടാബ്ലറ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ടും കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹീമോഗ്ലോബിൻ വളരെ പെട്ടെന്ന് കൂടും. പിന്നെ റെയറായിട്ട് കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അസുഖത്തിൻ്റെ പാർട്ടായിട്ടും ഹീമോഗ്ലോബിൻ കുറയാം. ഫോർ എക്സാമ്പിൾ SLE രോഗികളിൽ ഓട്ടോഇമ്യൂൺ ഹീമോളിറ്റിക് അനീമിയ, അതായത് SLE പാർട്ടായിട്ട് ഹീമോഗ്ലോബിൻ കുറയാം. അപ്പോൾ അതിനുള്ള ടെസ്റ്റുകളുണ്ട്, അത് റെയറായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ക്രക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ 10 താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഡോക്ടർ എന്തുകൊണ്ടാണ് എൻ്റെ ഹീമോഗ്ലോബിൻ കുറയുന്നത്? അപ്പോൾ ഡോക്ടർക്ക് വ്യക്തമായിട്ട് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് അനീമിയ ഓഫ് ESR കൂടിയത് കൊണ്ടാണോ, അതോ അയണിൻ്റെ അളവ് കുറഞ്ഞത് കൊണ്ടാണോ, അതോ B12 ലെവൽ ബ്ലഡിൽ കുറഞ്ഞത് കൊണ്ടാണോ? എന്നിട്ട് അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂടുകയും ഹീമോഗ്ലോബിൻ കൂടി അത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഹീമോഗ്ലോബിൻ മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ക്ഷീണം കുറഞ്ഞു വരും, നിങ്ങളുടെ അസുഖത്തിൻ്റെ കൺട്രോളും ബെറ്ററാകും, നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടും.